ഡൽഹിയിലെത്തുന്ന വി.ഡി. സതീശനെ സ്വീകരിക്കാൻ കേരള ഹൌസിന് മുന്നിൽ ഒത്തുകൂടി മലയാളി വിദ്യാർത്ഥികൾ. JNU, ഡൽഹി സർവകലാശാല, ജാമിയ മിലിയ എന്നീ സർവകലാശാലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് രാത്രി ഏറെ വൈകിയും കേരള ഹൌസിന് മുന്നിൽ കാത്തു നിൽക്കുന്നത്. വി.ഡി. സതീശൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന നേതാവ് എന്നാണ് ജെൻസി സമൂഹം പറയുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് മുൻപ് കേരളത്തിൽ നിന്ന് ഉള്ള നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഇന്ന് ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. സ്വീകരിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്തായാലും ജെൻസി ഇത്തവണ ഇവിടെ സ്വീകരണം ഒരുക്കാൻ കേരള ഹൗസിലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും വ്യത്യസ്തമായൊരു കാര്യം. ഞങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ, JNU അത്തരത്തിൽ വ്യത്യസ്തങ്ങളായ യൂണിവേഴ്സിറ്റികളിൽ നിന്നുമായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ സാറിന് പിന്തുണ അറിയിക്കുന്നതിന് വേണ്ടി വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്നും വന്ന മലയാളി ടൂറിസ്റ്റുകളടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ വി.ഡി. സതീശൻ സാറിനെ ഒന്ന് കാണണം, ഞങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ ഞങ്ങളുടെ പിന്തുണ സാറെ അറിയിക്കണം. എന്തുകൊണ്ടാണ് നിങ്ങൾ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്നൊരു താല്പര്യം? ഒന്നാമത്തെ കാര്യം, നിലപാടുകളുടെ രാജാവ് എന്ന് പറയുന്ന ഒരേ ഒരു നേതാവ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പം നിലവിൽ അങ്ങനെ ഒരു നേതാവ് വി.ഡി. സതീശനാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ട് ഓരോ തവണയും നമുക്ക് നേതൃത്വം തന്ന് പ്രചോദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ഒരു നേതാവാണ്. അക്യുറേറ്റ് ആയിട്ടുള്ള പ്രഡിക്ഷൻ ഒക്കെ നടത്തി മുന്നോട്ട് വന്ന ഒരു നല്ലൊരു നേതാവ്, നല്ലൊരു CM ആവും എന്നുള്ള ഒരു ഉറപ്പുകൊണ്ട് ആണ് പിന്തുണയ്ക്കുന്നത്. എന്താണ് വി.ഡി. സതീശൻ എന്ന നേതാവിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച, ജെൻസി ആകർഷിച്ച ഘടകം? അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടുകൾ, ഇപ്പോൾ ഇലക്ഷന്റെ സമയത്ത് പോലും അദ്ദേഹത്തിന് വ്യക്തമായ ഒരു ഇൻസൈറ്റ് ഉണ്ട്. എങ്ങനെ ഇലക്ഷൻ എങ്ങനെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വിജയം എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ, അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. നമ്മൾ ജെൻസിക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ലീഡറാണ് അദ്ദേഹം. സതീശന്റെ കാലത്ത് ഈ ഗ്രൂപ്പിസം എന്ന് പറയുന്നത് വല്ലാതെ കോൺഗ്രസ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി ചർച്ചയിൽ അത്തരം എന്തെങ്കിലും ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ ജെൻസി? ഇല്ല, ആളുകളുടെ താല്പര്യം പ്രകടിപ്പിക്കുന്നതാണ്. അല്ലാതെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അപ്രായോഗികമാണ് കേരളത്തിൽ ഇപ്പം നിലവിൽ. അതിന് പ്രത്യേകിച്ച് 2021 ശേഷം ഗ്രൂപ്പിന് അതീതമായിട്ട് കോൺഗ്രസ് വളരണമെന്ന് ആഗ്രഹിച്ച ഒരു പറ്റം നേതാക്കളും ഒരു പറ്റം കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസിലുള്ളത്. KC എന്തുകൊണ്ട് കേരളത്തിന്റെ ഓപ്ഷൻ സതീശിനേക്കാൾ ബെറ്റർ ആയ ഒരു ഓപ്ഷനാണ് എന്ന് ജെൻസി കരുതുന്നില്ല? അതിൻ്റെ കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് ഏറ്റവും താഴെ കിടന്നിരുന്ന പാർട്ടിയെ 102 സീറ്റിലേക്ക് നയിച്ചത് വി.ഡി. സതീശൻ സാറാണ്. അതുകൊണ്ട് ഏറ്റവും മുഖ്യമന്ത്രി പദത്തിന് യോഗ്യനായത് വി.ഡി. സതീശൻ സാറ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാഷ്ട്രീയമാണ് ഇപ്പോഴത്തെ തലമുറയുടെ ഒരു മുഖമുദ്ര എന്നൊക്കെ വിമർശിക്കുന്നവർ ഈ വാക്കുകൾ കേൾക്കണം. കൃത്യമായി എന്തുകൊണ്ട് വി.ഡി. സതീശൻ തന്നെ വേണം മുഖ്യമന്ത്രി പദത്തിലേക്ക് എന്ന് പറയുകയാണ് ഡൽഹി കേരള ഹൗസിന് മുൻപിൽ വി.ഡി. സതീശന് സ്വീകരണം ഒരുക്കാനായി എത്തിയ വിദ്യാർത്ഥി സമൂഹം, ജെൻസി സമൂഹം. ക്യാമറമാൻ ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണു പ്രസാദ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.